ഹലോ, മീരയാണ് കൂട്ടുകാരെ. പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നോക്കിയാലോ, അമ്മൂമ്മ മരിച്ചു. എൻ്റെ അമ്മയുടെ അമ്മ. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നത് അവൾ വരുമോ എന്നറിയാനായിരുന്നു. വരാതെ ഇരിക്കില്ല. ഒന്നില്ലെങ്കിലും സ്വന്തം അമ്മയല്ലേ. കഴിഞ്ഞ 12 കൊല്ലങ്ങൾ അവൾ തിരിഞ്ഞു നോക്കിയില്ല എങ്കിലും അമ്മ അമ്മയല്ലാതാകുമോ? ഞാൻ അജയ്. അജു എന്ന് എല്ലാവരും വിളിക്കും. ഞാൻ മുകളിൽ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല എന്നറിയാം. അത് ഞാൻ വിശദീകരിച്ച് പറയാം. എൻ്റെ അമ്മയുടെ കുടുംബം അമ്മൂമ്മ, അമ്മ, അമ്മയുടെ അനിയത്തി, പിന്നെ ഇവരുടെയൊക്കെ ഒരു ചേട്ടൻ. അപ്പൂപ്പൻ പണ്ടേ മരിച്ചിരുന്നു. എൻ്റെ അമ്മയ്ക്ക് 41 വയസ്സും അമ്മയുടെ അനിയത്തി എൻ്റെ ആൻറ്റിക്ക് 38 വയസ്സുമാണ്. മാമന് 43 വയസ്സുണ്ട്. വളരെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന കുടുംബം. ഞങ്ങളുടെ വീട്ടിലാണ് കേട്ടോ. വല്ലപ്പോഴും അമ്മ വീട്ടിൽ പോകും, അത്ര തന്നെ. എനിക്ക് 2 വയസ്സുള്ളപ്പോഴാണ് ആൻറ്റിയുടെ കല്യാണം കഴിയുന്നത്. മാമൻ നാട്ടിലൊന്നും കാണാത്ത ആഘോഷത്തോടെയായിരുന്നു ആ കല്യാണം നടത്തിയത്. എനിക്ക് ഒരു അനിയത്തിയാണ്. മാമന് എന്നേക്കാൾ മൂത്ത 2 ആൺമക്കളുണ്ട്. ആൻറ്റി 2 കൊല്ലം കഴിഞ്ഞ് ഒരു കുട്ടിക്ക് ജന്മം നൽകി. വർഷങ്ങൾ കഴിഞ്ഞ് എനിക്ക് 8 വയസ്സുള്ള സമയമാണ് ഞങ്ങളെ ഞെട്ടിക്കുന്ന ആ വാർത്ത ഞങ്ങൾ കേട്ടത്. ആൻറ്റിയുടെ ഭർത്താവിൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ ഒളിച്ചോടി, അതും കുട്ടിയെ ഉപേക്ഷിച്ച്. അന്ന് എനിക്ക് 8 വയസ്സാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വീട്ടിൽ വരാനൊക്കെ ശ്രമിച്ചുവെങ്കിലും മാമൻ സമ്മതിച്ചില്ല. ഇപ്പോൾ 5-6 കൊല്ലമായി അമേരിക്കയിലാണ് എന്നാണ് കേട്ടത്. ഒരു കാര്യം അറിഞ്ഞിരുന്നു, ഒളിച്ചോടിപ്പോയ ആളിനെ മടുത്തപ്പോൾ ഉപേക്ഷിച്ചു എന്ന്. ഞാൻ ഇതൊക്കെ വളർന്നു വരുന്നതിന് കണക്കാക്കി അറിഞ്ഞു വന്നതാണ്. ഇന്ന് എനിക്ക് 20 വയസ്സുണ്ട്. പഠിക്കാൻ മടി കാരണം +2 കഴിഞ്ഞ് ടൈൽസ് പണിക്ക് പോകുന്നു. വൈകുന്നേരമാണ് അടക്കം. അടക്കം കഴിഞ്ഞു, ആൻറ്റി വന്നില്ല. അടക്കം കഴിഞ്ഞ് രാത്രി 2 പെഗ്ഗും അടിച്ചിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോഴാണ് അമ്മയുടെ കോൾ വന്നത്. ഞാൻ ഒരു പെഗ്ഗു കൂടി വേഗം അടിച്ച് വീട്ടിലേക്ക് നടന്നു. ഞാൻ വീടിൻ്റെ മുന്നിലെത്തിയപ്പോൾ ഒരു ഓട്ടോ അവിടെ വന്ന് നിർത്തിയത് കണ്ടു. ഒരു സുന്ദരിയായ സ്ത്രീ അതിൽ നിന്നും ഇറങ്ങി വന്നു. കണ്ടാൽ ഒരു 30-32 പ്രായം തോന്നിക്കും. ഞാൻ മനസ്സിൽ ആലോചിച്ചു, ഇനി ഇതായിരിക്കുമോ ആൻറ്റി? ഹേയ്, ആൻറ്റിക്ക് 38-39 വയസ്സെങ്കിലും ഉണ്ട്. ഇത് അത്ര വയസ്സൊന്നുമില്ല. ഒരു കൈയില്ലാത്ത ബ്ലൗസും സാരിയുമായിരുന്നു വേഷം. ഞാൻ അവരെ കണ്ടപ്പോൾ തന്നെ എൻ്റെ കുട്ടനെ അറിയാതെ തഴുകിപ്പോയി. അധികം ചാടാത്ത വയറ്, നല്ല വെളുത്ത നിറം, മുല 38എങ്കിലും കാണും, പക്ഷേ തൂങ്ങിയിട്ടുണ്ട്. ഞാൻ ആലോചിച്ചു, ആ രാഗിണി ചേച്ചിക്ക് പകരം ഇതെങ്ങാനാണെങ്കിൽ കെട്ടാമായിരുന്നു എന്ന്. ഓ, രാഗിണി ചേച്ചി ആരാണെന്ന് പറഞ്ഞില്ല അല്ലേ? എൻ്റെ ഒരു സെറ്റപ്പാണ്. ഞാൻ ഇടയ്ക്ക് പോയി പണ്ണാറുണ്ട്. എന്നെയും കടന്ന് അവർ വീട്ടിലേക്ക് നടന്നു. ഓ, എന്തൊരു ഭംഗിയാണ് കാണാൻ. പെട്ടെന്ന് പുറത്തു നിന്ന് ഭയങ്കര ശബ്ദം കേട്ടു. നിൽക്കടി അവിടെ. പിന്നെ ഭയങ്കര ഒച്ചയും ബഹളവുമായിരുന്നു. ആൻറ്റിയാണ് അത് എന്ന് എനിക്ക് മനസ്സിലായി. അമ്മ തന്ന ലിസ്റ്റുമായി ഞാൻ കടയിലേക്ക് ഇറങ്ങുമ്പോൾ അവർ പുറത്തില്ലായിരുന്നു. ഞാൻ ബൈക്ക് എടുത്ത് കടയിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ ആ സ്ത്രീയുണ്ട് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നു. ഞാൻ വണ്ടി അവരുടെ മുന്നിൽ നിർത്തി. ഹലോ, എന്നെ മനസ്സിലായോ? അജുമോനെ, നീ ഇത്ര വലുതായോ? ആൻറ്റി പോകുവാണോ? അതെ. ഇപ്പൊ എവിടെയാ? ഞാൻ അമേരിക്കയിലാണ്. ആണോ? ഇപ്പൊ വണ്ടിയൊന്നും കിട്ടില്ല. രാത്രിയായില്ലേ? വണ്ടി കിട്ടുന്ന സ്ഥലത്ത് വിടണോ? വേണ്ട മോനെ, നിന്നെ എൻ്റെ കൂടെ കണ്ടാ അത് മതി. അത് സാരമൊന്നുമില്ല ആൻറ്റി. ആൻറ്റി കയറിക്കോ. അങ്ങനെ അവർ വണ്ടിയിൽ കയറി. എൻ്റെ പുറത്ത് അവരുടെ മുലയമർന്നു. ഓ, നല്ല പഞ്ഞിക്കെട്ട് പോലെയുണ്ട്. ഞാൻ വണ്ടി മുന്നോട്ടേക്ക് എടുത്തു. എപ്പോഴാ ഫ്ലൈറ്റ്? നാളെ വൈകുന്നേരമാണ്. അതുവരെ എന്ത് ചെയ്യും? എവിടെയെങ്കിലും റൂം എടുക്കണം. എങ്കിൽ ടൗണിൽ ഒരു ലോഡ്ജുണ്ട്, അവിടേക്ക് പോകാം. ലോഡ്ജിൽ റൂം എടുത്ത് കൊടുത്തു. ഞാൻ ഇറങ്ങാൻ നേരം ചോദിച്ചു, നമുക്ക് വീട്ടിൽ എല്ലാം പറഞ്ഞ് ശരിയാക്കാം. അതൊരിക്കലും നടക്കില്ല മോനെ. ഞാൻ അത്രയും വലിയ തെറ്റല്ലേ ചെയ്തത്. എങ്കിൽ ആൻറ്റിയുടെ നമ്പർ ഇതാ, ഞാൻ നാളെ വരാം. ആൻറ്റി നമ്പർ തന്നു. എന്നിട്ട് കരയാൻ തുടങ്ങി. എന്താ ആൻറ്റി? ആ വീട്ടിൽ ഒരാളെങ്കിലും എന്നോട് സ്നേഹമുണ്ടല്ലോ. അവരൊക്കെ പഴയ ആൾക്കാരല്ലേ, അതാ അങ്ങനെ പെരുമാറുന്നത്. ഉം. എന്നാൽ ഞാൻ പോകാം. ഞാൻ അവിടെ നിന്നും ഇറങ്ങി. എൻ്റെ മനസ്സിൽ ആൻറ്റിയുടെ ആ സൗന്ദര്യമായിരുന്നു. അമ്മ പറഞ്ഞ സാധനം വാങ്ങി ഞാൻ വീട്ടിൽ ചെന്നു. കിടക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ ആൻറ്റിയായിരുന്നു.
എന്തൊരു ചരക്കാണ്! എൻ്റെ ആൻറ്റിയാണ്. പക്ഷേ അതിലപ്പുറം ഒരു സുന്ദരിയായ സ്ത്രീയാണ്. അനുഭവിക്കുന്നെങ്കിൽ അതുപോലുള്ള സ്ത്രീയെ കിട്ടണം. ഞാൻ ആൻറ്റിയെ ആലോചിച്ച് ഒരു വാണം വിട്ട് കിടന്നുറങ്ങി. അജു, എന്താ ആൻറ്റി? നീ വരുന്നോ അമേരിക്കയിലേക്ക്? അപ്പൊ ഇതാണ് നമ്മളുടെ നെക്സ്റ്റ് സ്റ്റോറി. നല്ല അടിപൊളി ഒരു കിടിലൻ ആൻറ്റി സ്റ്റോറിയാണ്. ഇനി കളിയൊക്കെ അങ്ങ് അമേരിക്കയിലാണ് മക്കളെ. നല്ല സ്റ്റോറിയാണ് ട്ടോ. അത്യാവശ്യം കഥാപാത്രവും കഥയും ഒക്കെയുള്ള നല്ല കിടിലൻ സ്റ്റോറി. സ്റ്റോറി എന്ന് പറയുമ്പോൾ അത് തന്നെയാണല്ലോ അല്ലേ? കളി അതായത് കമ്പി പാർട്ടുകൾ മാത്രം ചെയ്യാനാണെങ്കിൽ സ്റ്റോറി എടുത്ത് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എന്തെങ്കിലും എന്താ പറയുക ക്ലൈമാക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തിട്ട് നമുക്ക് പോവാം. അല്ലെങ്കിൽ ഏതെങ്കിലും സൈറ്റിൽ കയറിയിട്ട് വീഡിയോസ് കാണാം അല്ലേ? അതിലൊന്നും സ്റ്റോറി ഉണ്ടാവില്ല. ഒരു സ്റ്റോറി എന്ന് പറയുമ്പോൾ ഇത്തരം സന്ദർഭങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ളതാണല്ലോ അല്ലേ? അപ്പോൾ നല്ല കിടിലൻ സ്റ്റോറിയാണ്. കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മീരയ്ക്ക് മെസ്സേജ് ചെയ്തോളൂ കേട്ടോ.